അമ്മുവിന്റെ പ്രോഗ്രാമിന് സമയം അടുത്തുകൊണ്ടിരുന്നു. അവൾ ആദ്യമായായിരുന്നു ഒരു പ്രോഗ്രാം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെതായ പേടിയും വെപ്രാളവും അവളെ നിറഞ്ഞു നിന്നിരുന്നു. അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ശ്രീഭദ്രൻ ടീമുമായിരിക്കും. 10 മിനിറ്റിനുള്ളിൽ സ്റ്റേജിൽ എത്തിച്ചേരണമെന്ന് ടീം അംഗങ്ങളോടായി അഭ്യർത്ഥിക്കുന്നു. മൈക്കിൽ അനൗൺസ്മെന്റ് വന്നതിന്റെ ഫലമായി അവളുടെ നെഞ്ച് പേടിയാൽ ശക്തമായി ഇടിക്കാൻ തുടങ്ങി. പിന്നീടൊന്ന് ചിന്തിക്കാൻ നിൽക്കാതെ തന്റെ ഡ്രസ്സ് പൊക്കിപ്പിടിച്ച് അവൾ സ്റ്റേജിലേക്ക് ഓടുകയായിരുന്നു. ക്ലാസ് മുറികൾക്ക് ഇരുവശത്തായി 2 നീളം വരാന്തകൾ ഉണ്ടായിരുന്നു. വരാന്തയുടെ എതിർവശത്തായി ജയ് തന്റെ കയ്യിലുള്ള ലിസ്റ്റുമായി അവളെ നോക്കിയിറങ്ങിയതാണ്. അടുത്തത് തന്റെ പെണ്ണിന്റെ പ്രോഗ്രാമാണ്. ജയുടെ ഹൃദയം പേരറിയാത്തൊരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. ആ നിമിഷം ജയ് വലതുവശത്തൂടെയായിരുന്നു വന്നത്. പ്രോഗ്രാമിന്റെ സൗണ്ടും പിന്നെ കയ്യടികളും ആൾക്കാരുടെ എല്ലാം ശബ്ദവും അവന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ അതേ ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു നീങ്ങി. അവൾ അവന്റെ നേരെയായി ഇടതുവശത്തു കൂടിയാണ് ഓടി വന്നത്. പ്രോഗ്രാമിന്റെ ടെൻഷൻ കൊണ്ട് അവൾ അവനെ കണ്ടതുമില്ല. അവൾ നേരെ അവന്റെ നെഞ്ചിലെ തട്ടി വീഴാനായി പോയതും അമ്മുവിന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് വലിച്ചു നെഞ്ചിലേക്ക് ചേർത്തവൻ. ആ പേടിച്ച് കണ്ണുകൾ ഇറക്കി അടച്ച് അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി അവൾ. ദേഷ്യത്താൽ അവന്റെ മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുമന്ന് കലകി, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ചെകുത്താൻ! കണ്ണുകൾ അടച്ച് അവൻ അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുകയായിരുന്നു. അവൻ അതേ ദേഷ്യത്തോടെ മുഖം താഴ്ത്തി അവളെ നോക്കി. തന്റെ നെഞ്ചൊപ്പം വരുന്ന ഒരു കുഞ്ഞി പെണ്ണ്. ഡീ! അവളെ തല്ലാനായി കൈ ഓങ്ങിയതും ആ നിമിഷം തന്നെ അവൾ കണ്ണുകൾ തുറന്ന് അവന്റെ പേടിയോടെ നോക്കി. ആ കുഞ്ഞി കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആ കട്ടിച്ചുണ്ടുകൾ പേടിയാൽ വിറകൊണ്ടു. നന്നായി പേടിച്ചതിന്റെ ഫലമായി അവളെ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവൻ നോക്കിയ സമയത്ത് തന്നെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. എങ്ങനെയൊക്കെ വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു, സോറി, ഞാൻ കണ്ടില്ലായിരുന്നു, എന്റെ തെറ്റാ. അവൾ ഏങ്ങലടിച്ചുകൊണ്ട് കണ്ണു നിറച്ച് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. തല്ലാനായി കൈ പൊക്കിയതായിരുന്നു അഗ്നി. ഒരു നിമിഷം അവൻ തറഞ്ഞു നിന്നുപോയി. ചലിക്കാൻ പോലും മറന്ന് അവളെന്ന മായാലോകത്ത് അകപ്പെട്ടു പോയി അവൻ. അവളുടെ പിടയ്ക്കുന്ന മിഴികളും വെറുക്കുന്ന ചുണ്ടുകളും പേടിയാൽ ഉലയുന്ന കുഞ്ഞുടലും അവൻ കൗതുകത്തോടെ ചിമ്മാൻ മറന്ന് അവളെ തന്നെ നോക്കി നിന്നുപോയി. അവൻ ഉയർത്തിയ കൈ താനെ അയഞ്ഞുപോയി. അവൻ അവളെ നോക്കി നിന്നുപോയി. പെണ്ണപ്പോഴും പേടിയോടെ അവനെ നോക്കുവാണ്. അവൻ തന്റെ സ്പെക്കൂരി അവളെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. ഏതോ പ്രോഗ്രാമിന്റെ വേഷമായിരുന്നു അവൾക്ക്. കണ്ണുകൾ നീട്ടി എഴുതിയിട്ടുണ്ട്. വൈറ്റ് കളറിൽ ഗോൾഡൻ വർക്ക് വരുന്ന ഒരു വേഷമായിരുന്നു അവൾക്ക്. ചുണ്ടിൽ നിറം ചേർത്തിരുന്നില്ല. ചേർക്കാതെ തന്നെ അവളുടെ ചുണ്ടുകൾ കട്ടിച്ചുണ്ടുകളായിരുന്നു, ചോരച്ചുണ്ടുകളായിരുന്നു. മുടിയെല്ലാം വട്ടത്തിൽ കെട്ടി മുല്ലപ്പൂ ചുറ്റി കെട്ടിയിട്ടുണ്ട്. കയ്യിൽ ഗോൾഡൻ വളകൾ. ചെറുതായി ഇടുപ്പ് കാണാമായിരുന്നു. ഇടുപ്പിനോട് പറ്റിപ്പിടിച്ചു കിടക്കുന്ന ഒരു ഹിപ്പ് ചെയിൻ. കയ്യിൽ നിറയെ മെഹന്തി വരച്ചിട്ടുണ്ട്. പ്രോഗ്രാമിനായി ആണെന്ന് തോന്നിക്കും വിധം നെറ്റുചുട്ടിയും ഡ്രസ്സിന് മാച്ചായ മാലയും കമ്മലുമാണ് പെണ്ണിനുള്ളത്. കാൽപാദത്തിൽ വെള്ളിക്കൊലുസ് പറ്റിച്ചേർന്ന് കിടപ്പുണ്ട്. കാൽപാദത്തിൽ ചെറുതായി മെഹന്തി ഇട്ടിട്ടുണ്ട്. ചന്ദനത്തിന്റെ മുല്ലപ്പൂവിന്റെ ഗന്ധമായിരുന്നു അവളിൽ. അവൻ സർവ്വം വിസ്മരിച്ച് നിന്നുപോയി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ അവൻ ആ പെണ്ണിൽ അടിമപ്പെട്ടു പോയി. പേരറിയാത്ത വികാരം അവനിൽ നിറഞ്ഞുപോയി. അമ്മുവിന്റെ ഇടുപ്പിലെ അവന്റെ കൈയുടെ മുറുക്കം കൂടിപ്പോയി. വേദനിക്കുന്നു, ഇടർച്ചയോടെ അവൾ അവനോട് പറഞ്ഞു. അപ്പോഴാണ് എല്ലാം മറന്ന് അവളെ പിടിച്ചിരിക്കുകയാണെന്ന ബോധം അവന് വന്നത്. അവൻ അവളെ നേരെ നിർത്തി, അവനോട് ചേർത്ത് നിർത്തി. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. കാപ്പി കണ്ണുകളായിരുന്നു അവന്. അവൾ ഒരു നിമിഷം അവനെ ഒന്ന് നോക്കി. ആ ലിസ്റ്റ് എടുക്കാൻ വന്നിരുന്ന ചേട്ടനാണെന്നേ ഒറ്റ നോട്ടത്തിൽ പറയൂ. അവനെ പോലെ ഷോൾഡർ വരെ മുടിയുണ്ട് ഇയാൾക്ക്. ടാറ്റു തന്നെ സെയിം ആണ്. ഇന്ന് 2 പേരുടെ വേഷം ഒരുപോലെയാണ്. ഒരേ ഗൗരവം. ഇരട്ടകളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ 2 പേരും ഒരുപോലെയാണ് വേഷം, ഒരുപോലെയാണ് സ്റ്റൈൽ, എല്ലാം. പക്ഷെ ആ ചേട്ടനേക്കാൾ ഇയാൾക്ക് കുറച്ച് ദേഷ്യമുള്ളതുപോലെ അവൾ അവനെ നോക്കി ചിന്തിച്ചുപോയി. അവൾ കരുതിയത് ജയ് ആണെന്നായിരുന്നു. തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ അവൻ പ്രണയത്തോടെ നോക്കി നിന്നുപോയി. ഇതുവരെ ഞാൻ ഒരു പെണ്ണിനെ ഇതുപോലെ നോക്കി നിന്നിട്ടില്ല, ഇതുപോലെ പ്രണയത്തോടെ ചേർത്ത് പിടിച്ചിട്ടില്ല. എന്നിലെ ദേഷ്യം ഇവളുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇല്ലാതായി. പിന്നെ ഞാൻ നിന്നെ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അഗ്നിയുടെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. എൻ്റെ നെഞ്ചിൽ നിനക്കല്ലാതെ വേറൊരുത്തിക്ക് സ്ഥാനമുണ്ടാകില്ല. നിന്നെ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല.
അങ്ങനെ ആരെങ്കിലും നിനക്ക് വേണ്ടി വന്നാൽ അഗ്നി ആരാണെന്ന് അവൻ അറിയും. വെച്ചേക്കില്ല, കൊന്നു തള്ളും ഈ അഗ്നിദേവ്. മൈക്കിൾ വീണ്ടും ആ പേര് മന്ത്രിച്ചു. ശ്രീഭദ്ര. അവരുടെ ആ നിൽപ്പ് ഒരുവൾ തന്റെ ഫോണിലൂടെ പകർത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഗൂഢമായ ചിരിയോടെ ഫോൺ കറക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു നീങ്ങി. ആ കാഴ്ചയിൽ ജയുടെ മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകൾ കലങ്ങി ചുമന്നു, കയ്യിലെ ഞരമ്പുകൾ അവന്റെ ദേഷ്യത്തിൽ പൊങ്ങി വന്നു. അഗ്നി അമ്മുവിന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ടായിരുന്നു ജയ് വന്നത്. അമ്മുവിന്റെ പ്രോഗ്രാം ആയതിനാൽ അവളെ കാണാതെ അവൻ അവളെ തിരക്കി ഇറങ്ങിയതായിരുന്നു. ജയ് നോക്കുമ്പോൾ അമ്മുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ നഗ്നമായ വയറിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന അഗ്നിയാണ് അവൻ കണ്ടത്. അവൻ അവരുടെ നേരെ വലതുവശത്തുള്ള നീളൻ വരാന്തയിലൂടെ ആയിരുന്നു വന്നത്. അതിനാൽ അവളെ ശ്രദ്ധിക്കാൻ ജയ്ക്ക് കഴിഞ്ഞില്ല. ജയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവന്റെ ദേഷ്യം മൂർധന്യാവസ്ഥയിലായി. അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ജയ് കയ്യിലുള്ള ഫോൺ ശക്തിയിൽ വലിച്ചെറിഞ്ഞു. ജയ് അങ്ങനെയാണ്, ദേഷ്യം വന്നാൽ അവന്റെ കയ്യിൽ കിട്ടുന്ന സാധനം അവൻ വലിച്ചെറിയും. അഗ്നിയുടെ കണ്ണിലേക്ക് നോക്കുന്ന അമ്മുവിനെ അവൻ ദേഷ്യത്തോടെ നോക്കി. അതേ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് അവൻ ചെന്നു. അമ്മു! അതൊരലർച്ചയായിരുന്നു. അമ്മു ഞെട്ടി അവനെ നോക്കി. അഗ്നി അവളെ നേരെ നിർത്തി അവളുടെ ഇടുപ്പിലെ പിടി അയച്ചു. അമ്മു അവന്റെ അപ്പോഴത്തെ ഭാവത്തിൽ ഉമ്മനീരിറക്കാൻ മറന്ന് പേടിയോടെ അവനെ നോക്കി നിന്നുപോയി. ജയുടെ ആ ഭാവം അഗ്നി ഒന്ന് ഞെട്ടിച്ചെങ്കിലും പൊടുന്നതിനെ അത് ദേഷ്യമായി മാറി. നീ എന്തിനാ ജയ് ഈ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത്? ഇവൾ പ്രോഗ്രാം ആയതിനാലാകും. പങ്കെടുക്കാൻ പെട്ടെന്ന് ഓടി വന്നതാ. വീഴാൻ പോയപ്പോ ഞാൻ അവളെ താങ്ങി നിർത്തിയതാ. അഗ്നി ജയുടെ ദേഷ്യത്തോടെയുള്ള സംസാരം ഇഷ്ടപ്പെടാതെ പറഞ്ഞു. അഗ്നി, ഞാനാണ് പ്രോഗ്രാം നടത്തുന്നത്. ഇവൾ ഇവിടെ എല്ലാം മറന്ന പോലെ ഇങ്ങനെ നിന്ന അവിടെ എങ്ങനെ പ്രോഗ്രാം നടക്കും? അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അഗ്നിയോടായി പറഞ്ഞു ജയ്. നീ എന്തായാലും ഇവളോട് ദേഷ്യപ്പെട്ടത് ശരിയല്ല ജയ്, അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു. ജയ് അമ്മുവിന് നേരെ നിന്നു. അവൾ രണ്ടുപേരും മാറി മാറി നോക്കുകയാണ്. രണ്ടുപേരും ഒരുപോലെയാണ് ഡ്രസ് ധരിച്ചിരിക്കുന്നത്. രണ്ടുപേർക്ക് ഷോൾഡർ വരെ മുടിയുണ്ടെങ്കിലും ജയുടെ ഹെയർ ചെറുതായി ചുരുണ്ടാണ് ഇരിക്കുന്നത്. ജയിൽ നിന്ന് അഗ്നിയുടെ കണ്ണുകൾ കാപ്പിക്കണ്ണുകളാണ്. മുഖം രണ്ടും വ്യത്യസ്തമാണ്. ജയുടെ കണ്ണുകൾ കുഞ്ഞിക്കണ്ണാണെങ്കിലും ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നാൽ അതിലേക്ക് ആഴ്ന്നിറങ്ങി പോകും പോലെ അവൾക്ക് തോന്നി. അവൾക്ക് ജയെ നോക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ദേഷ്യം കണ്ട് അവൾ ആകെ വിറച്ചു നിൽക്കുകയായിരുന്നു. ആ കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞുടൽ വിറച്ചുപോയി ജയുടെ ദേഷ്യത്തിൽ. അമ്മു ജയെ നോക്കാതെ തലകുനിച്ചു നിന്നു. അഗ്നിക്ക് അത് കണ്ട് ദേഷ്യം വന്നുപോയി. അവൾ തെറ്റ് ചെയ്യാതെ തലകുനിച്ച് നിൽക്കുന്നത് കണ്ട് ജയോട് അവന് ദേഷ്യം വന്നുപോയി. അഗ്നി എന്തോ പറയാൻ തുടങ്ങിയതും ജയുടെ ശബ്ദം അവിടെ ഉയർന്നു. നിനക്ക് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടോ? അവൾ ഉണ്ടെന്ന രീതിയിൽ തല കുലുക്കി. എന്നാ വാ. ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞെങ്കിലും ഇപ്പൊ അവളുടെ പ്രോഗ്രാം ആയതിനാൽ ദേഷ്യപ്പെടുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി. അവൻ ശബ്ദം താഴ്ത്തി അവളോട് സ്റ്റേജിലേക്ക് വരാനായി പറഞ്ഞു. അവൾ അഗ്നിയെ നോക്കാതെ മുന്നോട്ട് നടന്നു. അഗ്നിക്കാകെ ദേഷ്യം വന്നുപോയി ജയുടെ പ്രവൃത്തിയിൽ. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു അവൻ. പിന്നെ അവൾ പോകുന്നത് പ്രണയത്തോടെ നോക്കി നിന്നു. ജയ് അവനെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്നു. ഇല്ല അഗ്നി, അവൾ ഈ ആഞ്ജനയുടെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ്. നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇനി ഒരു പ്രാവശ്യം കൂടി എന്റെ പെണ്ണിനെ നീ നോക്കിയ നീ അറിയിക്കും ഈ ജയ് ആരാണെന്ന്. അവളോട് ദേഷ്യപ്പെടാനായാലും അവളെ തൊടാനായാലും എനിക്ക് മാത്രമുള്ളൂ അതിനവകാശം. വേറെ ആർക്കും അതിനൊരധികാരം ഒരവകാശം ഞാൻ ജീവനോടൊപ്പം തരില്ല. അമ്മു ഈ ആഞ്ജലിയുടെ ആണ് എന്റെ മാത്രം, മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജയ് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. അഗ്നി ദേഷ്യത്തോടെ അവൻ പിടിച്ച കൈയിലേക്ക് നോക്കി നിന്നു. തല താഴ്ത്തി നടക്കുകയാണ് പെണ്ണ്. അവളുടെ നടപ്പ് കണ്ടപ്പോൾ തന്നെ ജയ്ക്ക് മനസ്സിലായി അവൾ കരയുകയാണെന്ന്. അമ്മു, അവൻ പ്രണയത്തോടെ അവളെ വിളിച്ചു. എൻ്റെ പേര് അമ്മു എന്നാണെന്ന് ചേട്ടൻ എങ്ങനെ അറിയാം? എൻ്റെ മുത്തശ്ശിയും പിന്നെ പാറുവും മാത്രമാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത്, അവൾ പരിഭവത്തോടെ പറഞ്ഞു. ജയ്ക്ക് മനസ്സിലായി അവൻ ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് പെണ്ണ് പിണങ്ങി നടക്കുന്നതെന്ന്. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനും നിനക്ക് പ്രിയപ്പെട്ടതാ, അതുകൊണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അവൻ അവളുടെ കുഞ്ഞു മുഖത്തേക്ക് നോക്കി ആർദ്രമായി പറഞ്ഞു. അമ്മു. അവൻ അവളെ പ്രണയത്തോടെ വിളിച്ചു. അവൾ എന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. നിന്റെ പ്രോഗ്രാമാണ് അടുത്തത്. നമ്മുടെ പ്രോഗ്രാമിന് നീ അറ്റൻഡ് ചെയ്യാൻ താമസിച്ചത് കൊണ്ട് അടുത്തതായിട്ടാണ് നിന്റെ പ്രോഗ്രാം. നന്നായി കളിക്കണം, പേടിക്കണ്ട. ഇപ്പൊ നടന്നതും ഞാൻ ദേഷ്യപ്പെട്ടതൊന്നും നീ ചിന്തിക്കരുത്. സ്റ്റേജിന് മുന്നിൽ തന്നെ ഞാൻ ഉണ്ടാകും. ഓൾ ദ വെരി ബെസ്റ്റ് മൈ ബേബി ഡോൾ. ജയ് അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു.
അവൾ ഒരു പിടച്ചിലോടെ നോട്ടം മാറ്റി സ്റ്റേജിലേക്ക് കയറി. അല്പസമയത്തിന് ശേഷം അവളുടെ പ്രോഗ്രാം ആരംഭിച്ചു. ജയ് അവളെ തന്നെ നോക്കി നിന്നു പോയി. മെയ്വഴക്കത്തോടെയുള്ള അവളുടെ ഓരോ ചുവടുവെപ്പും ജയ് അത്യധികം പ്രണയത്തോടെ നോക്കി നിന്നുപോയി. ഡാൻസിനിടയിലും അവളുടെ കണ്ണുകൾ ജയിലേക്ക് പാറി വീണു. അവൻ കണ്ണ് ചിമ്മി സൂപ്പർ എന്ന് കാണിച്ചു. ജയോടൊപ്പം തന്നെ അഗ്നി നോക്കി കാണുകയായിരുന്നു അവളെ. അവളുടെ ഓരോ ചുവടും പതിഞ്ഞത് അഗ്നിയുടെ നെഞ്ചിലായിരുന്നു. കണ്ണിൽ പ്രണയം അലയടിച്ചു. ശ്രീഭദ്ര അഗ്നിദേവ്. അവന്റെ ഹൃദയം പ്രണയത്താൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ജയെ പോലെ തന്നെ അഗ്നിയുടെ കാപ്പിക്കണ്ണുകൾ അവളിൽ ആകമാനം ഓടി നടന്നു. ജയ് അഗ്നിയെ നോക്കുമ്പോൾ അഗ്നി തന്റെ പെണ്ണിനെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. ഇല്ല അഗ്നി, അവൾ എന്റെയാണ്, എന്റെ മാത്രം. ഇനി വൈകിക്കൂടാ. എത്രയും പെട്ടെന്ന് അവളോടുള്ള ഇഷ്ടം തുറന്നു പറയണം. അവളെ തന്റേതാക്കണം. അവൻ അഗ്നിയെ നോക്കിക്കൊണ്ട് ഒരു ദൃഢനിശ്ചയം എടുത്തു.